സിനിമ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾക്ക് ശേഷം സിനിമ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും 28-ാം തീയതി പോയി കാണണം. എത്ര സീനുണ്ട്? 4 ഡയലോഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ ആസ്പെക്ടിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസിൽ ഒന്നാവും കാട്ടാളൻ എന്നുള്ളതിൽ എനിക്ക് സംശയമല്ല. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി ആൾക്കാർ 7 പോയിട്ട് കാൽഭാഗം പോലും ഇല്ല. കാര്യം കിട്ടും ലേത്ത് ബുദ്ധയെന്ന് പറയാം. പരിപാടി ഒന്നുമില്ല. കാട്ടിൽ കാട്ടവതാരം എന്ന് വേണം പറയാം. 360 ഡിഗ്രിയിൽ വട്ടത്തിലെ കുഴപ്പമായോ? മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് രവി ബസൂർ സാറാണ്. അതായത് KGF-ന്റെയും മാർക്കോന്റെയും സലാറിന്റെയും മ്യൂസിക് ഡയറക്ടറാണ് കാട്ടാളന്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ. പക്ഷെ പടം പൊട്ടും. ഇന്നെ വെച്ചിട്ട് കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം വളരെ ചെറിയ ടൈമിൽ ഞാൻ അത് നീ അല്ലേ പറഞ്ഞ 4 ഡയലോഗ് ഉണ്ടെന്ന്? 4 ഡയലോഗ് ഇല്ലേ? എവിടെ 4 ഡയലോഗ് ഇരിക്കണേ? ഒരു ഡയലോഗ് വേണ്ട, ഒരു പാട്ടെങ്കിലും പഠിച്ചു ആ ചെക്കനെ വിളിച്ചു വന്നിട്ട്. ഈ അവസരത്തിൽ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ മഹേഷേ. ലൈക്ക് ചെറിയ വളരെ കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടൈമേ നമുക്കുള്ളൂ. ചെറിയ ഏതാനും മിനിറ്റുകളെ നമ്മൾ സിനിമയുടെ ഉള്ളൂ. ഹനാൻ ഷായ് ഒരു ഡയലോഗ് ഇല്ല. ഹനാൻ ഷായ് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. ഈ കാര്യം ഞാൻ ആദ്യമേ പറയാട്ടോ. കാരണം വെറുതെ കുറെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ വരില്ല. ഒരു കാമ്പാതര അക്ഷരം പിടിച്ചിട്ട് എന്തെങ്കിലും എന്നെ ഉദ്ദേശിച്ചാലും വിളിച്ചു വന്നിട്ട് അല്ല അറിയാണ്ട് ചോദിക്കുക. അവര് നമ്മളെ പറ്റിച്ചതാടാ. പക്ഷെങ്കിൽ ഇന്നെ വെച്ച് നോക്കരുത് പടം ഇതൊരു ആന്റണി വർഗീസ് പെപ്പെ പടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് ഒരു ഓറ ഇല്ല. ആന്റണി പെപ്പയുടെ ക്യാരക്ടർ ഒരു ഓറ ഇല്ല. ഒരു ഹീറോക്ക് കിട്ടുന്ന ഒരു ഓറ ഉണ്ട്. ആ ഓറ ഇല്ല. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? എന്താ ഞാനങ്ങ് ഇറങ്ങുവാ. ഒരു ലേന ചർച്ചയുണ്ട് ആലുവയിൽ വെച്ച്. ആരുമായിട്ടാണോ? ആരെങ്കിലും ഒക്കെ ആയിട്ട് കുറെ ഉണ്ടല്ലോ.